ഗുജറാത്ത് യാത്രയുടെ 4-ാം ദിവസമായ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രധാന സ്ഥലമായ സബർമതി ആശ്രമത്തിലേക്ക് ആണ് ഞങ്ങൾ യാത്രയാകുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ച കാലം മുതലുള്ള ആഗ്രഹമാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലവും ആശ്രമവും സന്ദർശിക്കണം എന്നുള്ളത്. ഗാന്ധിജിയുടെ ജീവിതവും സന്ദേശവും പ്രതിഫലിപ്പിക്കുന്ന ഈ സ്ഥലം അഹമ്മദാബാദ് നഗരത്തിൽ സബർമതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1917 മഹാത്മാഗാന്ധിജി ഈ ആശ്രമം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വദേശി പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം തുടങ്ങി നിരവധി പ്രസ്ഥാനങ്ങളിലെ ആചാര്യഭൂമിയായി ഇത് മാറി. ആദ്യം സത്യാഗ്രഹ ആശ്രമം എന്നായിരുന്നു പേര്. പിന്നീട് സബർമതി നദിക്കരയിലേക്ക് മാറ്റിയതുകൊണ്ട് സബർമതി ആശ്രമം എന്നായി. ആശ്രമവും പരിസരവും ഗാന്ധിജിയുടെ ജീവിതശൈലിയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. മഹാത്മാഗാന്ധി 1917 മുതൽ 1930 വരെ ഇവിടെ താമസിച്ചു. സത്യാഗ്രഹം, ദണ്ഡി മാർച്ച് തുടങ്ങിയ പ്രശസ്തമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ നിന്നും ആരംഭം കുറിച്ചു. സബർമതി ആശ്രമത്തിൽ കാണാനുള്ള പ്രധാന സ്ഥലങ്ങളിൽ ഒന്ന് ഗാന്ധി മ്യൂസിയമാണ്. ഗാന്ധിജിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും പ്രദർശിപ്പിക്കുന്നതാണ് മ്യൂസിയം. അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ, എഴുത്തുകൾ, ഫോട്ടോകൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും താമസിച്ച ചെറിയ വീടായ ഹൃദയ കുടീർ അഥവാ ഹൃദയ കുഞ്ചാണ് രണ്ടാമതായി കാണാനുള്ളത്. പിന്നെ ഗാന്ധിജിയുടെ അനുയായികളായ വിനോബ ഭാവെയും മീരാബെന്നും താമസിച്ചിരുന്ന വിനോബ കുടീരും മീരാ കുടീരും കാണാം. ആശ്രമത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾ നോക്കിയിരുന്ന സ്ഥലമായ മകൻ നിവാസാണ് അടുത്തതായി കാണാനുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എന്തോ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഗാന്ധിജി ദിവസവും പ്രാർത്ഥന നടത്തിയിരുന്ന സ്ഥലമായ നന്ദിൻ മൈതാനം, എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനാലയമായ ഉപാസനാ മന്ദിർ എന്നിവയും കണ്ടു. അടുത്തതായി കണ്ടത് ഗാന്ധിജിയുടെ എഴുത്തുകളും പുസ്തകങ്ങളും സമാഹരിച്ചുള്ള ലൈബ്രറിയാണ്. ഗാന്ധിയൻ തത്വചിന്തയെക്കുറിച്ചുള്ള 35,000-ലധികം പുസ്തകങ്ങൾ ആ ലൈബ്രറിയിലുണ്ട്. ഇവിടെ നിന്നും ഗാന്ധിജിയുടെ വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. തൊട്ടടുത്ത് ഖാദി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇവിടെ നിന്നും ഖാദി വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാണ്. ഞങ്ങളിവിടെ നിന്നും കുറച്ച് ഖാദി വസ്ത്രങ്ങൾ, ചർക്കയുടെ ചെറിയ മോഡൽ, സോപ്പുകൾ എന്നിവ വാങ്ങിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവമായ ദണ്ഡി മാർച്ച് ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. ഗാന്ധിജി 78 അനുയായികളോടൊപ്പം 1930 മാർച്ച് 12 ആരംഭിച്ച് ഏപ്രിൽ 5 24 ദിവസം കൊണ്ട് ദണ്ഡിയിലെത്തിയ മാർച്ച് സിവിൽ ഡിസൊബീഡിയൻസ് പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. സബർമതി ആശ്രമം നമ്മളെ പാഠപുസ്തകത്തിന് പുറത്തുള്ള ഗാന്ധിജിയിലേക്കാണ് നയിക്കുന്നത്. സത്യത്തിൻ്റെയും അഹിംസയുടെയും ആധികാരികതയെ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു പുണ്യസ്ഥലമാണിത്. ഇന്നത്തെ ലോകത്തിനും മനുഷ്യത്വത്തിനും ഈ സന്ദേശം അത്യന്താപേക്ഷിതമാണ്. സബർമതി ആശ്രമം ഒരു ചരിത്ര സ്മാരകമല്ല, ഒരു ജാഗ്രതയുടെ ആലയം തന്നെയാണ്. ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ നമുക്കൊരു പാഠമാകുമ്പോൾ
നമ്മളിൽ ഓരോരുത്തരും അഹിംസയുടെ വഴി തേടുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. 1963 ഗാന്ധിജിയുടെ 93-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം സബർമതി ആശ്രമത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന മ്യൂസിയത്തിൽ ഗാന്ധിജിയുടെ ബാല്യകാല ഫോട്ടോകളും കുടുംബത്തിൻ്റെ ചിത്രങ്ങളുമാണ് ആദ്യം കാണുന്നത്. ഒരു സാധാരണ കുട്ടിയായി തുടങ്ങിയ ജീവിതം എങ്ങനെ മഹത്തായ മാർഗത്തിലേക്ക് ചെന്ന് എന്നതിൻ്റെ തുടക്കം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഭിഭാഷകനായിരുന്ന സമയത്തെ ഫോട്ടോകളുമുണ്ട്. ട്രെയിനിൽ നിന്നും പുറത്താക്കി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളിൽ പ്രതിരോധത്തിനുള്ള തുടക്കം കാണാം. ചർക്ക ഉപയോഗിച്ച് നൂല് നിൽക്കുന്നതിൻ്റെ ചിത്രം, നാട്ടുചിത്രങ്ങൾ, സ്വദേശ വസ്ത്രധാരണങ്ങൾ എന്നിവ സ്വയം പര്യാപ്തത എന്ന ആശയത്തെ ദൃശ്യവൽക്കരിക്കുന്നു. ഈ ചിത്രങ്ങൾ ഗാന്ധിജിയുടെ വളരെ ലളിതമായ ജീവിതം, സത്യത്തിനും അഹിംസയ്ക്കും പൂർണ്ണമായ സമർപ്പണം എന്നിവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1930 ദണ്ഡി മാർച്ച് ചിത്രങ്ങൾ ഗാന്ധിജി സഹപ്രവർത്തകരോടൊപ്പം പാതയിലൂടെ നടക്കുന്നതും പുഴയിൽ നിന്ന് ഉപ്പെടുക്കുന്ന ചിത്രങ്ങളും ആർക്കും വികാരഭരിതമായി മാത്രമേ കണ്ടുപോകാൻ കഴിയൂ. ഗാന്ധിജിയുടെ മിശ്രഭോജനം എന്ന ആശയം ഹിന്ദു മുസ്ലിം ഐക്യത്തിനും ജാതി വ്യവസ്ഥയുടെ അസമത്വത്തിനും എതിരെയുള്ള പ്രവർത്തനമായിരുന്നു. മിശ്രഭോജനത്തെ അദ്ദേഹം മനുഷ്യസ്നേഹത്തിൻ്റെ പരീക്ഷണം എന്ന് വിശേഷിപ്പിച്ചു. ഒരേ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ തമ്മിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഗാന്ധിജിയുടെ വസ്ത്രങ്ങൾ, എഴുത്തുകൾ, ഫോട്ടോകൾ, വ്യക്തിഗത വസ്തുക്കൾ, ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഉദ്ധരണികൾ പല സ്ഥലത്തും എഴുതി വച്ചിട്ടുണ്ട്. അതിലേറ്റവും റിലവൻ്റായി എനിക്ക് തോന്നിയത് ജാതിഭേദങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഞാൻ ഹിന്ദുവായി കണക്കാക്കപ്പെടാൻ തയ്യാറല്ല എന്നതാണ്. ധാരാളം വിദേശികളും ഇന്ത്യക്കാരും സ്കൂൾ കുട്ടികളും ഇവിടെ ദിവസേന സന്ദർശിക്കുന്നു. സന്ദർശകർക്ക് എഴുതാനുള്ള ബുക്കിൽ ഞങ്ങൾ കുറിച്ചു, എ ഡ്രീം കം ട്രൂ. നിങ്ങൾ ഒരിക്കലെങ്കിലും കുട്ടികളെയും കൂട്ടി ഈ ആശ്രമം സന്ദർശിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നത് മഹാത്മാഗാന്ധിജിയുടെ ഒരു പ്രശസ്തമായ ഉദ്ധരണിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, സിദ്ധാന്തങ്ങൾ, സമരപദ്ധതികൾ എന്നിവയെല്ലാം ഒരു സന്ദേശമായി മാറ്റിയ ഒരു ആത്മവിശ്വാസ പ്രകടനമാണ്. 1930കളിൽ ഒരു വിദേശ റിപ്പോർട്ടർ ഗാന്ധിജിയോട് ചോദിച്ചു, നിങ്ങൾ ലോകത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? അതിന് ഗാന്ധിജി നൽകിയ മറുപടി, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഗാന്ധിജിയുടെ താലിസ്മാൻ ഞാനിവിടെ ചേർക്കുന്നു. നിങ്ങളുടെ ഏത് തീരുമാനത്തിനും മുൻപ് ഓർക്കുക, നിങ്ങളുടെ മുന്നിൽ നിന്ന് ഏറ്റവും ദുഃഖിതനായി കാണപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അവനെ സഹായിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സഹായം അവന് നൽകുക.